ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. ദുബായിൽ ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന് അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. അത് അങ്ങനെ മാറുന്നതല്ല. ഞാൻ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലാണ് ഞാൻ ആദ്യം മീഡിയ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ ആക്ടിങ്ങിനോട് എനിക്ക് അറിയത്തില്ല ആക്ച്വലി. പിന്നെ ആക്ടിങ് എനിക്ക് ഭയങ്കര പേടിയാണ്. അതാണ് പറഞ്ഞത്, പെട്ടെന്നൊരു ആക്ഷനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ മാറിപ്പോകും മൊത്തത്തിൽ. ഞാൻ പറയാം, സീസൺ 1 കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് സീസൺ 2 പോകണമെന്ന്. അങ്ങനെ വൈഫ് ഇങ്ങനെ അതിനെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് എൻട്രി ആകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഷൂട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ 10 ദിവസം അല്ല ഒരാഴ്ച ഷൂട്ടിനാണ്. അപ്പോൾ 3 ദിവസം ഷൂട്ട്, പിന്നെ അതിനൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര രസമായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ എന്നാൽ ഫാമിലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്, സുനിച്ചൻ എവിടെയായിരുന്നു, പിന്നെ ഒത്തിരി നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാവരും എവിടെയായിരുന്നു, ഒത്തിരി നാളായി കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളിപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആൾക്കാർ. പിന്നെ പണ്ട് ഞാൻ പറയില്ലേ, ഈ തട്ടിമുട്ടിക്കകത്ത് മഞ്ജുപിള്ള ചേച്ചിയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം നീ വന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്, ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് അന്ന് ഡയറക്ടറോട് പറഞ്ഞു ഇവനൊരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ എനിക്ക് ശരിയായില്ല സംഭവം ചെയ്ത്. എനിക്കറിയാം എനിക്ക് എന്നെ കൊണ്ടത് പറ്റത്തില്ലെന്നറിയാം. പിന്നെ ഇനി ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല, കാരണം നമ്മൾ അത്ര വലിയ സ്റ്റാറൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ ആരും ഇൻ്റർവ്യൂ ചെയ്യാൻ. ലൈഫ് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയായിട്ടൊക്കെ പോകുന്നു. വൈഫ് ട്രിവാൻഡ്രത്താണ്, പുള്ളിക്കാരി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. മോൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുന്നു. കുഴപ്പമില്ല. ഞാനിപ്പോൾ കോട്ടയത്ത്, ഞാൻ പറയാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ കോട്ടയത്തുണ്ട്. കുഴപ്പമില്ലാതെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ആക്ടീസ് എന്ന് പറഞ്ഞ ചാനൽ മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്ത് പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ ചാനൽ നടത്തുവാണല്ലോ. പിന്നെ നമ്മൾ അതിനകത്ത് എന്തോ ഒരു ഓണത്തിന് ഞാൻ അവധിക്ക് വന്ന സമയത്ത് ഓണത്തിന് ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 വർഷം കൂടിയൊക്കെ ഞാൻ വരുന്നത്. ഞാൻ വന്നാലും പുള്ളിക്കാരി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് വന്നിട്ടില്ല. കാരണം മഞ്ജു പത്രോസ് താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്, ഞാൻ കോട്ടയത്ത് താമസിക്കുന്നു. ബെർണാച്ചൻ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കുന്നു. അവനാണ് ഹോസ്റ്റലിൽ അങ്ങനത്തെ ഒരു മോനെ കിട്ടിയത്. ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പഴയ എൻ്റെ കുറേ കളക്ഷനുണ്ട്, അവൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ കുറേ കോമഡി, അവനൊരു കോമഡി ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യട്ടോ. ഈയിടെയൊക്കെ പ്രോഗ്രാമൊക്കെ ചെല്ലുമ്പം ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ സുനിച്ചനാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഭയങ്കര സന്തോഷമല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ശ്വാസം മുട്ടൽ പോലെ, ഒരു ഗ്യാസ് കയറുന്ന പോലെയൊക്കെ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പെട്ടെന്നൊരു പിടുത്തമൊക്കെ ഉണ്ടായിട്ട് നടക്കാൻ വരാൻ എനിക്ക്. ഞാൻ ഡോക്ടറെ കാല് പിടിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വിട്ടിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞാൽ പൊട്ടി എടുത്ത് വായിക്കോട്ടെ, നീ ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലടാ നാളെ പരിപാടിക്ക് വായിക്കത്തുള്ളൂ. അയ്യോ, ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കിളി പോയി. അപ്പം തന്നെ സാൻഡി പറഞ്ഞു ഒഫ്റ്റാക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. പൊന്നെ ഹോസ്പിറ്റലിൽ ചെന്നുണ്ട് പ്രപഞ്ചം. എൻ്റെ പൊന്നെ പേരണ്ട് പോയി ഞാൻ. മഞ്ജു ഇട്ട പേരാണ് സുനിച്ചൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. പിന്നെ അതെല്ലാവരും പിന്നെ വിളിക്കാൻ തുടങ്ങി. അതെല്ലാവരും പറയുന്നതല്ലേ, ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഇനി അതെന്നാ മുടക്കാനാ. നമ്മളൊരാളെ വിശ്വസിക്കുന്നു, അവർ നമ്മളെ വിശ്വസിക്കുന്നത് നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിങ് മാത്രമേ ഉള്ളൂ. അതിലാണ് ഞാൻ ഹാപ്പിയാണ്.